അങ്ങനെ ഏതാണ്ട് ഒരു 4 മണിക്കെല്ലാം കിടക്കാച്ചി വാലി ഓഫ് ഫയർ സ്റ്റേറ്റ് പാർക്കിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ നിങ്ങൾ കാണാൻ കാത്തിരിക്കണ ലാസ് വേഗസിലേക്കാണ് നമ്മൾ പോണത്. എങ്ങനെയുണ്ട് ഇവിടെ? ഭയങ്കരമായിട്ടുണ്ട് ട്രാഫിക്. ഇന്നെങ്ങാനും എത്തുമോ അറിയില്ല. ഇന്ന് നമ്മൾ താമസിക്കാൻ പോണത് പാരീസ് റിസോർട്ടിലാണ്. ഈ റിസോർട്ടിന്റെ പ്രത്യേകത ഇതിന്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ പാരീസിലെത്തിയ ഒരു ഫീലാണ്. അവിടുത്തെ സ്ട്രീറ്റ്സ് പോലെയാണ് ഫുള്ള് സെറ്റപ്പ്. മാത്രമല്ല അവിടുത്തെ ഭക്ഷണം, ഷോപ്പിംഗ് എല്ലാം ഇതിനകത്തുണ്ട്. ഇതിന്റെ 2nd ഫ്ലോർ തൊട്ട് പിന്നെ നമുക്ക് താമസിക്കാൻ പറ്റിയ റൂമുകളാണ്. പിന്നെ ലാസ് വേഗസിലെ എല്ലാ ഹോട്ടലിലുള്ള പോലെ ഇവിടെ ഒരു വലിയ കസിനോ ഉണ്ട്. ലാസ് വേഗസ് ഷോപ്പിംഗ് ആൻഡ് കസിനോസിന് മാത്രമല്ല അടിപൊളി കൺസേർട്സിനും ഫേമസ് ആണ്. പക്ഷേ ഈ കാണുന്നത് പാരീസ് ഹോട്ടലിലെ ഒരു റെസ്റ്റോറൻറ്റിലെ ചെറിയൊരു സ്റ്റേജ് സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ ഹോട്ടലിലെ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് വലതുകാല് വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. അപ്പോൾ ഈ റൂമിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്. താഴത്തെ വെറൈറ്റി പോലെ റൂമിൽ അത്ര വെറൈറ്റി ഒന്നും ഇല്ല കേട്ടോ. എല്ലാ ഹോട്ടൽസിലും ഉള്ള പോലെ കയറിയ ഉടനെ ഒരു ബാത്റൂം ഉണ്ട്. അതിനകത്ത് പതിവ് പോലെ ഒരു വലിയ കണ്ണാടിയും ടോയ്ലറ്ററീസും ടവൽസും എല്ലാം ഉണ്ട്. പിന്നെ പാരീസ് ആണല്ലോ, അപ്പോൾ ഈഫിൽ ടവർ ഇല്ലാതെ എങ്ങനെയാ? ഒരു ഈഫിൽ ടവറിൻ്റെ ഫ്രെയിമും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വിശാലമായ കുളിക്കാൻ ഒരു ഷവർ സ്പേസും. പിന്നെ 2 വലിയ ബെഡും ഇട്ടിട്ടുണ്ട്. ഒരു TV സ്പേസ് ഉണ്ട്, ഒരു TV ഉണ്ട്. അതിൽ ഇവരുടെ കുറേ ആഡ്സും നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മെയിനായിട്ട് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അത് വേറെ ഒന്നുമല്ല, വേൾഡ് ഫേമസ് ഈഫിൽ ടവറാണ്. ഈ കാണുന്ന ഈഫിൽ ടവർ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ മേളിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെ ഇരുന്ന് ഫുൾ ലാസ് വേഗസ് തന്നെ കാണാം. പക്ഷെ മാസങ്ങൾക്ക് മുന്നേ തന്നെ അത് ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ലാസ് വേഗസിലാണ്. നമ്മൾ വാലി ഓഫ് ഫയർ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഇന്ന് രാവിലെ മൊത്തം വാലി ഓഫ് ഫയർ കാണുമായിരുന്നു. ആൻഡ് നമ്മൾ ഈവനിങ്ങിൽ ഇവിടെ പാരീസ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ആൻഡ് ഇപ്പോൾ സമയം 7 മണിയാണ്. നമ്മളിപ്പോൾ വേഗസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മളിങ്ങനെ കാഷ്വലി വേഗസ് സ്ട്രിപ്പിൽ വെറുതെ നടന്നിട്ട് ഭക്ഷണം കഴിക്കാം. കോവിഡ് ഒക്കെയാണ്, സോ മോസ്റ്റ് ഓഫ് ദ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ അല്ല, ടേക്ക് ഔട്ട് മാത്രമാണ്. ഇവിടെ കോവിഡ് കാരണം ബിസിനസ് നല്ലോണം കഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പിന്നും വേഗസ് ഓപ്പൺ ആയി കൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ട് എന്താ സിറ്റുവേഷൻ എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. രാത്രി ആവുമ്പോഴാണ് വേഗസിലെ ബിസിനസ്സുകളെല്ലാം ഓപ്പൺ ആവുന്നത്. ഇവിടെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും ക്ലബ്സും കസിനോസും പൈസ പോകാനുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. പിന്നെയും നമ്മൾ ഈഫിൽ ടവർ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തെത്തി. ലാസ് വേഗസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് 4 മൈൽ നീളമുള്ള ഒരു സ്ട്രീറ്റാണ്. നമ്മൾ ലാസ് വേഗസ് എന്ന് വിചാരിക്കുന്ന സ്ഥലം ആക്ച്വലി ഈ 4 മൈലേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറം ഒന്നും കാണാനില്ല വേഗസിൽ. ഈ 4 മൈൽ നടക്കലാണ് ഇവിടെ വന്ന മെയിൻ പരിപാടി. കാർ എടുക്കാമെന്ന് സ്വപ്നത്തിൽ കൂടി വിചാരിക്കേണ്ട. ബട്ട് ഊബർ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് വേഷം ഇട്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പൈസ കൊടുക്കണം. അതേപോലെ തന്നെ ഈ തിളങ്ങുന്ന ചേച്ചിമാരിൽ കുറച്ചധികം ഉണ്ടാവും രാത്രിയാവുമ്പോൾ. കാണുന്നതാണ് ദ ഫേമസ് സീസേഴ്സ് പാലസ്. ദി ഹാങ് ഓവർ എന്ന് പറയുന്ന മൂവി കണ്ടവർക്ക് സുപരിചിതമാവും ഈ റിസോർട്ട്. ഇവിടെയാണ് അവർ 3 പേരും കൂടി ബാച്ചിലർ പാർട്ടി നടത്തിയ സ്ഥലം. പിന്നെ ഈ കാണുന്നതാണ് ബെലാജിയോ. അഗെയിൻ ഇതും ലാസ് വേഗസിൽ ഫേമസ് ആയ ഒരു റിസോർട്ടാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾക്ക് ഒടുക്കത്തെ വിശപ്പായി. അപ്പോൾ ഓൺലൈനിൽ ടേക്ക് ഔട്ട് ഓർഡർ കൊടുത്തു. അത് ഞങ്ങൾ ഗോർഡൻ റാംസയുടെ റെസ്റ്റോറൻറ്റിലാണ് ഓർഡർ ചെയ്തത്. ഫോർട്സ് നെറ്റ്വർക്കിലെ ഹെൽസ് കിച്ചൺ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലുള്ള ആ ഷെഫാണ് ഗോർഡൻ റാംസേ. ഞങ്ങൾക്ക് ആളുടെ ഷോ ഭയങ്കര ഇഷ്ടമാണ്. പച്ചയ്ക്ക് തെറി പറയണ മനുഷ്യൻ. എന്തായാലും ആളുടെ ഒരു 2-3 റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതിലൊരെണ്ണത്തിൽ നിന്ന് ഫുഡും എടുത്ത് ഞങ്ങൾ നേരെ ബെല്ലാജിയോയിലേക്ക് വിട്ടു. ഇവിടെ ഒരു അടിപൊളി വാട്ടർ ഷോ നടക്കുന്നുണ്ട്. വൈകിട്ട് 7 മണി തൊട്ട് രാത്രി 12 മണി വരെ എല്ലാ 15 മിനിറ്റും ഈ ഷോ നടക്കും.
ബെല്ലാജിയോയിലെ ഷോ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ചുമ്മാ ബെല്ലാജിയോ റിസോർട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ തുടങ്ങി. ചൈനീസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് എല്ലാവിടെയും ഈ റെഡ് കളർ ഡെക്കറേഷൻസ് കാണാനുണ്ട്. ബെല്ലാജിയോൻ്റെ അകത്തും ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ. എന്തൊക്കെ ആയാലും ഒരു പാലസിൻ്റെ ഉള്ളിലൂടെ നടക്കണ ഒരു ഫീൽ എന്തായാലും ഉണ്ട്. കുറച്ച് അതിൻ്റെ ഉള്ളിൽ നടന്ന് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങി. ഇപ്പോൾ നമ്മൾ വേറൊരു വാട്ടർ ഷോ കാണാനായിട്ട് പോവാണ്. ഇതത്ര ഫേമസ് ഒന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹിഡൻ ജെമ്മാണ്. ഈ ഷോ നടക്കുന്നത് മിറാഷ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. ഈ ഷോസൊക്കെ നമ്മളെ ആ റിസോർട്ടിൽ താമസിക്കാൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണ പരിപാടികളാണ് കേട്ടോ. ഇതിനെ ആക്ച്വലി വോൾക്കാനോ ഷോ എന്നാണ് പറയുക. ഷോ കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പാരീസ് ഹോട്ടൽ ലക്ഷ്യം വെച്ച് നടന്നു. ഇവിടെ എവിടെ നോക്കിയാലും സീസേഴ്സ് പാലസ് കാണും കേട്ടോ. അതങ്ങ് പരന്ന് കിടക്കണം. ആക്ച്വലി നാളെ രാത്രി ഞങ്ങൾ സീസേഴ്സ് പാലസിലാണ് താമസിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ഇന്നെന്തായാലും ഞങ്ങൾ ടയേർഡാണ്. ഇനി നേരെ റൂമിൽ പോവാം, കിടന്നുറങ്ങുക. സോ അപ്പോൾ വേഗസിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് സീ യു സൂൺ.